ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി കാർത്തികയിൽ ഒരു വശപ്പിശക് തോന്നുകയാണല്ലോ. കാർത്തിക മൊത്തത്തിൽ ഒരു ചുറ്റിക്കളി നടത്തുന്നത് കാണുമ്പോൾ ശാലിനി ഒരു തീരുമാനം എടുക്കുകയാണ്. കാർത്തിക അറിയാതെ കാർത്തികയുടെ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. കാർത്തികയ്ക്ക് ആ ലെറ്റർ വന്നതിൽ പിന്നെ കാർത്തിക തൻ്റെ ആ ലെറ്റർ മധുശ്രീക്ക് അയച്ചു കൊടുക്കാൻ ശ്രമിക്കലും അവിടെ എന്തോ ഒരു പന്തികേട് കാർത്തികയുടെ ഇങ്ങനെ ഒരു പതുങ്ങിയും പതുങ്ങിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ശാലിനിക്ക് സംശയം തോന്നുകയാണ്. അങ്ങനെ കാർത്തിക തൻ്റെ ഫോൺ അവിടെ ചാർജിലിട്ടിട്ട് അങ്ങ് തിരിച്ചു പോവാണ്. ഇതേ സമയം ഷാനി എന്ത് ചെയ്യുന്നു, കാർത്തിക പോയി എന്ന് കണ്ട ഉടൻ തന്നെ ഷാനി പെട്ടെന്ന് ചെന്നിട്ട് ആ ഫോൺ എടുക്കണേട്ടാ. ഈ ഫോണിൽ ഇവളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു രഹസ്യമില്ലാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്, എന്തെങ്കിലും ഈശ്വരൻ എനിക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ആ ഫോണ് പെട്ടെന്ന് എടുക്കണേട്ടോ. കാരണം ആ ഒരു ഫോണിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടുമെന്ന ആ ഒരു ഇതോടുകൂടി തന്നെയാണ് ഷാനി ആ ഫോണ് പെട്ടെന്ന് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ഷാനി ആദ്യം ഗ്യാലറിയാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ കാണാം ഒത്തിരി ഫോട്ടോകൾ കേട്ടോ. ഇങ്ങനെ ഓരോരോ ഫോട്ടോകൾ ഇങ്ങനെ, അതായത് ഹർഷനും ഈ പറയുന്ന കാർത്തികയും തനിയെ നിൽക്കുന്ന ഫോട്ടോകൾ കേട്ടോ. അത് പെട്ടെന്ന് തൻ്റെ മൊബൈലിലോട്ട് ശാലിനി പെട്ടെന്ന് സെൻഡ് ആക്കുകയാണ്. പിന്നീട് ശാലിനി ആ ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് ശാലിനി എന്ത് ചെയ്യുന്നത്, കമലിനെ വിളിക്കുകയാണ്. കമലനോട് കാര്യങ്ങൾ പറയാണ്. കമല, നീ എനിക്കൊരു സഹായം ചെയ്യുമോ? അത് കേൾക്കുന്ന കമലൻ പറയണേ, ചേച്ചിയമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. കാരണം എൻ്റെ വിഷ്ണുവാശാൻ്റെ ഏടത്തിയമ്മ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോളൂ എന്ന് പറയട്ടോ. എന്നാൽ തൻ്റെ മൊബൈലിലോട്ട് ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, അപ്പോൾ അത് കണ്ട ഉടനെ തന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കമലൻ ആ ഫോട്ടോ എടുത്ത് നോക്കണം കേട്ടോ. ഇതേ സമയം ആ ഫോട്ടോ കണ്ട ഉടനെ തന്നെ ഇത് വിഷ്ണുവാശാൻ ഇപ്പോൾ കല്യാണം കഴിച്ച പെൺകുട്ടിയല്ലേ. അത് കേട്ട ശാലിനി പറയണേ, ശരി തന്നെ, ഇപ്പോൾ കല്യാണം കഴിച്ച കാർത്തിക തന്നെ, എന്നാൽ അവളെ സംബന്ധിക്കുന്ന കുറച്ച് രഹസ്യങ്ങൾ എനിക്ക് കണ്ടെത്തണം എന്ന് പറയുമ്പോൾ അവിടെ കമലം പറയും, എൻ്റെ ഏടത്തിയമ്മ എന്ത് സഹായമാണ് ഏടത്തിയമ്മക്ക് ഞാൻ ചെയ്തു തരേണ്ടത്, അതൊക്കെ ഞാൻ പറയാൻ നീ പറയുന്നത് പോലെ ചെയ്യ്. കാരണം അവളെ ഒരിക്കലും വിഷ്ണുവേട്ടൻ കല്യാണം കഴിക്കില്ല. വിഷ്ണുവേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവും. ആ കാരണം എന്താണെന്ന് എനിക്കറിയാൻ നിൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന കമലം പറയണേ, പറഞ്ഞോടും, ഞാൻ പറഞ്ഞില്ല ഏട്ടത്തിയമ്മയോട്, എന്നാൽ നീ ഈ ഫോട്ടോ കൊണ്ടുപോയിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ പോലെ നീ അതിൽ അച്ചടിച്ച് എഴുതി കുറേ ഫ്ലെക്സുകൾ ഉണ്ടാക്കി നീ റോഡിൽ മൊത്തത്തിൽ ഒട്ടിക്കണമെന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന കമലൻ ചോദിക്കും, എന്തിനീ എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ പറയാൻ നീ ഫോട്ടോ ചെന്ന് ഉണ്ടാക്കിയെന്ന് പറയണേ. അങ്ങനെ കമലൻ ഈ മൊബൈലുള്ള ഈ ഫോട്ടോയുമായി സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവരോട് പറയണേ, ഒരു ഫ്ലെക്സ് ഉണ്ടാക്കണം, അതുമാത്രം പോരാ, അതിനിടയിൽ ഇങ്ങനെ കുറച്ച് വാക്കുകളും എഴുതണമെന്ന് പറയണ്ട. അപ്പോൾ സ്റ്റുഡിയോയിലുള്ള ആളുകൾ പറയണേ, എന്ത് വാക്കാണ് എഴുതേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് പോലെ അങ്ങ് എഴുതെന്ന് പറയണേ. ഇതേ സമയം ഈ പെൺകുട്ടി ഓർമ്മയില്ലാതെ ഞങ്ങൾക്കരികിലുണ്ട്, ഇവൾ ആരാണ് എന്തെന്ന് ഞങ്ങൾക്കറിയില്ല, അവളെ സംബന്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവൾക്ക് കുടുംബങ്ങളുണ്ടെങ്കിൽ, ഇവളെ തിരഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എഴുതാനാണ് കേട്ടോ. അങ്ങനെ കമലൻ ഇങ്ങനെ ശാലിനി പറഞ്ഞു കൊടുത്ത ആ വാക്കുകൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ ഈ ഫോട്ടോക്കൊപ്പമായി ഇങ്ങനെ കാര്യങ്ങൾ എഴുതാണ് കേട്ടോ. അങ്ങനെ കമലൻ എന്ത് ചെയ്യാണ്, കമലൻ തൻ്റെ കൂട്ടുകാരന്മാരെയും കൂട്ടിയിട്ട് ആ ഒരുപാട് ഏരിയയിൽ ഈ ഫ്ലെക്സുകൾ ഒട്ടിക്കുകയാണ് കേട്ടോ. ഇതേ സമയം കാർത്തികക്ക് ഇതൊന്നും അറിയില്ല. കാർത്തിക ശാലിനി ഒരുക്കിയിരിക്കുന്ന ചതിക്കുഴി മനസ്സിലാക്കാതെ കാർത്തിക മുന്നോട്ട് പോവാണ്. എന്നിട്ടാണെങ്കിലോ കാർത്തിക ഒന്നും അറിയാത്തതുപോലെ തനിക്ക് ഇനി വിഷ്ണുവിനെ സ്വന്തമാക്കുക, കാരണം ആ ഒരു ലെറ്റർ വരുന്നുണ്ട്, അത് കഴിഞ്ഞാലാണ് കാർത്തികയ്ക്ക് ഇനി വിഷ്ണു തന്നെയാണ് നല്ലത് എന്നിങ്ങനെ തോന്നിയിട്ട് വിഷ്ണുവിനെ സ്വന്തമാക്കാനുള്ള ഒരു പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോവും വഴി എല്ലാ റോഡിലും ഇങ്ങനെ മതിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലക്സ് ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജയകൃഷ്ണൻ വരുന്നത്. അതായത് കാർത്തികയെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, അവൻ്റെ പേര് ജയകൃഷ്ണൻ എന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ അവൻ വരുന്നു കേട്ടോ. അങ്ങനെ അവന് ഈ നടു റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് പെട്ടെന്ന് അവനൊരു തളർച്ച തോന്നുന്നത്. അങ്ങനെ അവനൊരു സൈഡിലോട്ട് വന്നിരിക്കുമ്പോൾ തൻ്റെ ബാക്കിൽ ഇങ്ങനെ കാർത്തികയുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് പറയുന്നുണ്ട്, ഈ കാർത്തിക എങ്ങോട്ടാണ് പോയത്, അവൾ ഈ ഒരു പ്രദേശത്ത് തന്നെ ഉണ്ട്, പിന്നീട് അവൾ എങ്ങോട്ടേക്കും പോയിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്, അവളെ കണ്ടെത്തണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് എന്നാണ് എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ എന്നെ തീരുമാനിച്ച് താൻ പിറകോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കാർത്തികയായിരിക്കും കേട്ടോ. കാർത്തികയെ കാണുന്ന ജയകൃഷ്ണന് ഒത്തിരി സന്തോഷമാവണം. ഈശ്വര,
രക്ഷപ്പെട്ടല്ലോ. തേടിയ വള്ളി തന്നെ കാലിൽ ചുറ്റിയിരിക്കുന്നു. എന്തായാലും ഇവരുടെ നമ്പറുണ്ടല്ലോ, എന്തായാലും അവളെ എനിക്ക് കണ്ടെത്തണം. എന്നിട്ട് നാട്ടിൻപുറത്ത് കൊണ്ടുപോയിട്ട് അവളെ എല്ലാവർക്കും മുന്നിൽ പിച്ചി ചെയ്യുന്നണം. അവളുടെ മുഖം മൂടി ഇവളെ ഒറ്റത്തി കാരണം എൻ്റെ അച്ഛനും അമ്മയും കൂടി എന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ അയാളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അയാൾ ഈ ഒരു നമ്പറിലോട്ട് ഫോൺ ചെയ്യാണ്. അത് ഷാലിനിയുടെ നമ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഷാലിനിയാണെങ്കിലും ഈ സമയം ഒരു സൈഡിൽ ഇരുന്നിട്ട് ആരും ഇതുവരെ വിളിച്ചില്ലല്ലോ. ഈ പറയുന്ന കമലൻ ഒത്തിരി നേരമായല്ലോ ഈ ഫ്ലെക്സ് ഒട്ടിച്ചിട്ട്, എന്നിട്ടും ആരും എന്നെ വിളിച്ചില്ലല്ലോ, എന്തുകൊണ്ടായിരിക്കും വിളിക്കാത്തത്, ഇനി ആരും ഇവളെ തിരഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ശാലിനി സ്വയം പറയുന്നു കേട്ടോ. അപ്പോഴാണ് ശാലിനിക്ക് ഈ ഫോൺ കോൾ വരുന്നത്. അങ്ങനെ ശാലിനി ഒന്നും നോക്കില്ല, പെട്ടെന്ന് ആ ഫോൺ എടുക്കാണ്. ഹലോ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാനൊരു വിവരം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോണിലോട്ട് വിളിച്ചത്, ഇനി നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അയാൾ പറയാണ്, അല്ല ഇവിടെ റോഡിലൊക്കെ കുറേ ഫ്ലെക്സുകൾ ഒട്ടിച്ചിരിക്കുന്നു, ഒരു കാർത്തിക എന്ന പെൺകുട്ടി, ആ കാർത്തിക എന്ന പെൺകുട്ടി തന്നെ. അപ്പോഴാണ് കേട്ടോ കാർത്തിക ആ സൈഡിലൂടെ ഇങ്ങനെ വരുന്നത്. കാർത്തിക ഷാനിയുടെ സംസാരം അപ്രതീക്ഷിതമായി കേൾക്കാണ്. അങ്ങനെ ഷാനി, ആ കാർത്തിക എന്ന പെൺകുട്ടി, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, അവൾ എവിടെയാണ്, അവളെക്കുറിച്ച് എനിക്കറിയണം, അവളുടെ ഭർത്താവാൻ പോകുന്ന ആളാണ് ഞാൻ, അവളുടെ വേണ്ടപ്പെട്ടവരാണ് ഞങ്ങളെല്ലാവരും, അവളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അവൾക്ക് എന്താ പറ്റിയതെന്ന് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ അവൾ എവിടെയുണ്ടെന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഷാനി പറയാണ്, ഞാൻ നിങ്ങളെ പുറത്ത് വെച്ചൊന്ന് കാണട്ടെ, നിങ്ങൾ ഇന്ന സ്ഥലത്തോട്ട് വരൂ, ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് ഷാലിനി പറയണം കേട്ടോ. ഈ സമയം ഈശ്വര രക്ഷപ്പെട്ടു, എന്തായാലും ഇവൾക്ക് എന്തോ ചുറ്റിക്കളിയുണ്ട്, അവളെ അന്വേഷിച്ച ആൾ ഈ നാട്ടിലെത്തിയിട്ടുണ്ടല്ലോ, എന്തായാലും അവനോട് ചോദിക്കാം, സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം സത്യഭാമക്ക് മുന്നിൽ ഇവളെ വലിച്ചൂരണം, അതോടുകൂടി അവളെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കുകയും ചെയ്യുമെന്നിങ്ങനെ ഷാലിനി ചിന്തിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ട് കാർത്തിക ഇതൊക്കെ കേട്ടിരിക്കുന്നു. അങ്ങനെ കാർത്തിക ഈശ്വര, അവളുടെ കളക്ടർ പദവി വെച്ചിട്ട് അവൻ എവിടെയാണെങ്കിലും അവൾ കണ്ടെത്തും, ഇനിയിപ്പോൾ അവളും അവനുമായി കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് എനിക്ക് പടിയിറങ്ങേണ്ടി വരും. അർഷനാണെങ്കിലോ അവൻ വേറൊരു കല്യാണം കഴിച്ചു എന്ന് പറയുന്നു, എന്നാൽ അവൻ മരണത്തിലോട്ട് പോകുന്നു എന്ന് പറയുന്നു, ഇതിലേതാ സത്യം എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഇനി വിഷ്ണു ഈ വീട്ടിൽ എനിക്ക് അഭയം തേടാണ്, കാരണം ഈ പറയുന്ന ലഹരിക്ക് അടിമയായ ഒരുത്തരെ ഞാൻ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഈ വിഷ്ണുവിനെ തന്നെ കല്യാണം കഴിക്കുകയാണ് എനിക്ക് നല്ലത്, ഏതാനും അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ വിഷ്ണുവിൻ്റെ ഭാര്യയെ തുടരാം എന്നൊക്കെ കാർത്തിക ചിന്തിക്കണം കേട്ടോ. അങ്ങനെ കാർത്തിക ഇത് ചിന്തിക്കുമ്പോഴാണല്ലോ ഇനിയിപ്പോൾ ജയകൃഷ്ണൻ വീണ്ടും വന്നിരിക്കുന്നത്. അങ്ങനെ കാർത്തിക ഈശ്വരൻ ഞാൻ ഇനി എന്ത് ചെയ്യും, എന്താണ് എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീടാണെങ്കിൽ ശാലിനി ഈ ചെല്ലാൻ പറഞ്ഞ സ്ഥലത്തോട്ട് ശാലിനി എത്തിയിരിക്കുകയാണ്. അങ്ങനെ ശാലിനി അനുപല്ലവിയും രാമേട്ടനൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി നേരമായി അയാളെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു, പക്ഷേ അയാൾ വരുന്നത് കാണുന്നില്ല. ഇതേ സമയം അനു പറയണേ, ഒരുപക്ഷെ ആളുകൾ പറ്റിക്കാൻ വേണ്ടി മേഡം വിളിച്ചതായിരിക്കും, അല്ലാതെ ഇത്രയും സമയമായിട്ട് അവർ വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി പറയണേ, എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടല്ലോ, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയണ്ട. അങ്ങനെ ആ ഫോണിലോട്ട് ഷാലിനി വിളിച്ച് നോക്കാൻ കേട്ടോ. പക്ഷേ ആ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നതായിരിക്കും കാണുക. അപ്പോൾ അത് റേഞ്ച് ഇല്ലാത്തൊരു ഏരിയയിലാണ് ഇത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു മെസ്സേജുകളായിരിക്കും ഷാലിനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഷാലിനി പറയണ, അയാളെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ, ഇതിൽ മൊത്തത്തിലൊരു ചുറ്റിക്കളിയുണ്ട്, ഈ കാർത്തികയെ തിരഞ്ഞ് അയാൾ എൻ്റെ അടുത്തോട്ട് വരികയെന്ന് കാണുമ്പോഴേക്കും അത് ആരോ അറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അയാളുടെ ഫോൺ എവിടെയുള്ളത് എന്ന് സൈബർ സെല്ലിലോട്ട് വിളിച്ച് ഞാൻ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാനി ആ ഓഫീസിലോട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഈ ഫോണിൻ്റെ ലൊക്കേഷൻ എവിടെ വെച്ചാണോ ഓഫായത്, അയാൾ ഇപ്പോൾ എവിടെയാണുള്ളത്, ആ ഫോൺ എവിടെയാണുള്ളത് എന്നൊക്കെ അന്വേഷിക്കാൻ ഷാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.